രസികനായിട്ടുള്ളൊരു പോലീസ് കഥാപാത്രത്തെ പ്രത്യേകിച്ചൊരു ന്യൂ ജനറേഷൻ സിനിമയിൽ അങ്ങ് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പോലീസ് വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഒരു നടനാണെങ്കിൽ അവന് ലിമിറ്റേഷൻ പാടില്ല, അവൻ അതിർവറിമ്പളില്ല. അവൻ വില്ലനായിട്ടാണെങ്കിലും നായകനായിട്ട് ഞാൻ അഭിനയിക്കാൻ പറ്റും. ഇല്ല, നമുക്ക് അങ്ങനെയുള്ള അഹങ്കാരമില്ല. നായകനായിട്ടാണല്ലോ ഞാൻ അഭിനയിക്കാം. അങ്ങനെ നായകനായിട്ടും കൊമേഡിയനായിട്ടും ഏത് വേഷം ആ ഡയറക്ടർ തരുന്നോ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അവൻ ഈ പണി നിൽക്കാൻ നടക്കരുത്. അപ്പോൾ ഒരു കാര്യമുള്ളത് ഞാൻ മനസ്സിലാക്കിയത്, ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ളൊരു നടനുണ്ട്, ബൈജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങയുടെ ഒരു ഗ്യാങ്ങിലൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഒന്ന് അനുകരിച്ച് കേട്ടാൽ നന്നായിരിക്കും. കാരണം ഇതൊരു മിമിക്രിയുടെ വേദി ആയതുകൊണ്ട് ഒന്ന് കേൾക്കട്ടെ ബൈജു. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സമയിപ്പിച്ചോളാം. ക്ലബിലൊക്കെ ഞാൻ സെക്രട്ടറി ഇവിടെ വന്ന് അരിച്ചു പിടിച്ച് പോകാനുണ്ട്. ന്യൂ ഇയറിനൊരു പരിപാടി ഉണ്ട്. കഷ്ടമുണ്ട്. ഇത് മിമിക്രി ആയിരുന്നല്ല, സ്ഥിരം ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ എൻ്റെ ഫ്രണ്ടായിട്ടും എൻ്റെ സഹോദരനായിട്ടൊക്കെ ഒത്തിരി പടത്തിൽ ഞാനും ബൈജുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ചേട്ടൻ വേദിയിൽ ചില മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കഥയുണ്ട്. കാരണം ഒരു വേദിയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്ന് ഷമി തിലകനെ അനുകരിക്കാൻ പോവാണെന്ന് പറഞ്ഞ ആ കഥയെന്ന് പറഞ്ഞു. അതായത് ഒരിക്കൽ കൊല്ലത്ത് കൊല്ലം ആശ്രമത്തുള്ളൊരു അമ്പലത്തിൽ എൻ്റെ അവിടുത്തെ ഉള്ളൊരു സുഹൃത്ത് ഒരു മിമിക്രി ഷോ ബുക്ക് ചെയ്തു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അളിയ നമ്മുടെ ഷോയാണ്, നീ ഒന്ന് വാ, ഞാൻ സ്പോൺസർ ചെയ്യുന്ന, നീ ഒന്ന് കണ്ടിട്ട് അവരെ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എൻകറേജ് ചെയ്ത് പോകാം. ഞാനവിടെ ചെന്നപ്പോൾ അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കാണിച്ചു. അത് ശരിയായില്ല, ഉള്ള കാര്യം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനവിടെ ഉള്ളത് കൊണ്ട് ചെയ്ത് നന്നായില്ല എന്നുണ്ടെങ്കിൽ അവന് തന്നെയാണ് അതിൻ്റെ തട്ടുകേട്. അത് ഞാനില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ശരിയായില്ലെങ്കിൽ വേണം. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു പണി, നീ അവിടെ ഒന്ന് ലിപ്പ് കൊടുത്താൽ മതി, ഞാൻ ബാക്കിൽ മൈക്ക് തന്നെ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഒറിജിനൽ പറഞ്ഞു. അല്ല, അതൊരു കഴിഞ്ഞിട്ട് സംഭവം. ഇതിങ്ങനെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് അവൻ അങ്ങോട്ട് തീർന്ന ആ പോർഷൻ അങ്ങോട്ട് തീർന്നപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് അങ്ങ് എൻട്രി ചെയ്തു. ഇതിനകത്ത് ഇല്ലാതെ എന്താ, നീ കുറെ നാളായാലും ഈ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം കുത്തിരിങ്ങ് പിടിച്ച് പൊക്കി ഇങ്ങോട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഡ്രാമ നടത്തി.